വെൽക്കം ടു നവറാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ ഓലനാണ്. ഈ പടവലങ്ങ ഓലൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് സാധാരണ ഓലൻ പോലെ ഒരുപാട് ലൂസായിട്ടുള്ള തരത്തിലുള്ളതല്ല. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ തണുത്തത് കാരണം കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ചൂടായി വരിക. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഓലനൊരു ആ കടുകിൻ്റെ കടി വരും, അതൊരു രസം ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ പച്ചമുളക്, ഒരു പച്ചമുളക് നടുകെ കീറിയതാണ് ഇട്ടിട്ടുള്ളത്. വേറെ ഇനി ഇതിൽ കൂടുതൽ എരിവാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകൊക്കെ ചേർക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഓവറായിട്ട് കരിഞ്ഞു പോകണ്ട, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് നമ്മുടെ ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പടവലങ്ങയാണ് ചേർക്കുന്നത്. ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു പടവലങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. ഇതിനെ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലായിടത്തും മിക്സ് ആവുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചാൽ മതി, അധികം നേരം അടച്ചു വെച്ച് വേവിക്കരുത്. കുറച്ച് നേരം നമ്മൾ ആദ്യം അടച്ചു വെക്കും, എന്നിട്ട് പിന്നെ ഇടക്കൊന്ന് ഇളക്കി നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഉപ്പെല്ലായിടത്തും പിടിച്ചു. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. പിന്നെ നമ്മൾ ഈ പടവലങ്ങ ആദ്യം കുക്കറിലൊന്ന് അടിച്ചിട്ട് ജസ്റ്റ് ഒരു വിസിൽ വന്നിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എളുപ്പമായിരിക്കും. പക്ഷെ അതിനേക്കാളും ടേസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. അതാവുമ്പോൾ നമുക്ക് കുറച്ചധികം വെള്ളമായി പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാവും എളുപ്പം. ഓക്കെ, ഇപ്പം നമ്മുടെ പടവലങ്ങയുടെ ഓലൻ ഇവിടെ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. അത് ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞു പോവുകയും ചെയ്യണ്ട, ഒരു പാകത്തെ വേവ് അത്ര മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഞാൻ പാക്കറ്റ് പൊടി കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് മിൽക്ക് പൗഡർ കുറച്ച് 1 ടീസ്പൂൺ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുത്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത തേങ്ങയുടെ കട്ടിയുള്ള പാല്, അതായിരിക്കും ഇതിലേക്ക് കൂടുതൽ രസം ഉണ്ടാവുക. അപ്പോൾ അധികം വെള്ളത്തോടൊക്കെ കിടക്കില്ല. എന്നിട്ട് ഇത് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് കുക്കായി പോകരുത്, നല്ല തിളച്ചതാവൊന്നും ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ പടവലങ്ങ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ പടവലങ്ങ ഓലൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. Thank you for watching.